ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതനുസരിച്ച് ഞാൻ മൂവ് ചെയ്യാം കേട്ടോ. അപ്പൊ അതിന്റെ ഇടയിൽ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓൾറെഡി അത് കുറെയൊക്കെ നമ്മൾ ക്ലാസ് എടുത്തതാണ്. അപ്പൊ ചാപ്റ്റർ 1 കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഫോറിൻ കൺട്രീസ് ആണ് ചാപ്റ്റർ 1. അതിൽ നമ്മൾ ജനറൽ ആയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. എന്താണ് ഫോറിൻ കൺട്രീസിൽ ഏതൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ അതന്നെയാണ്. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് അതിന്റെ ഇൻട്രഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അടുത്തത് ഒറിജിൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഗ്രേറ്റ് ബ്രിട്ടൻ. അത് നമ്മൾ കുറെ നോക്കിയിട്ടുണ്ട്. എന്നാലും അതിൽ ഗ്രേറ്റ് ബ്രിട്ടനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഗ്രേറ്റ് ബ്രിട്ടനിലത്തെ നമ്മൾ ആദ്യത്തെ ഇതിലൊക്കെ അങ്ങനെ വായിച്ചു നോക്കി. നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഗ്രേറ്റ് ബ്രിട്ടനിലാണ് ഈ കോപ്പറേഷൻ, അതിന്റെ ഹോം ലാൻഡ് ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്നത് തന്നെ ഗ്രേറ്റ് ബ്രിട്ടനിലാണ്. ഗ്രേറ്റ് ബ്രിട്ടനിലാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തതും അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്തതും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ നമുക്ക് പരാമർശിക്കേണ്ടി വരും. അതാണ് റോബർട്ട് ഓവൻ. റോബർട്ട് ഓവൻ ആണ് ഫസ്റ്റ് സോഷ്യലിസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂട്ടർ ടുവേഴ്സ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഡെവലപ്മെന്റിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് റോബർട്ട് ഓവൻ. നമ്മുടെ കോപ്പറേഷന്റെ ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ കുറേ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ആണ് ഫോർമേഷൻ ഓഫ് കോപ്പറേറ്റീവ് കമ്മ്യൂണിറ്റീസ് ആൻഡ് സെൽഫ് ഗവേണിംഗ് വർക്ക്ഷോപ്പ്. പക്ഷെ ഇതൊന്നും ആദ്യമായിട്ട് നമ്മൾ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ ആകുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഇതും നോട്ട് സക്സസ്ഫുൾ ബിക്കോസ് ഓഫ് ഡിസ്ഹോണസ്റ്റി, സെൽഫിഷ്നെസ്, ഇലിറ്ററസി ആൻഡ് ഇഗ്നറൻസ് ഓഫ് കോപ്പറേറ്റീവ് വാല്യൂസ് എമംഗ് ദ മെമ്പേഴ്സ്. അത് ഫോം ചെയ്തിട്ടുള്ള മെമ്പേഴ്സിന്റെ ഇടയിലുള്ള ഡിസ്ഹോണസ്റ്റി, അതുപോലെ തന്നെ അവരുടെ സെൽഫിഷ് മൈൻഡ്, അവരുടെ ഇലിറ്ററേറ്റ് ആയിട്ടിരിക്കുക, കോപ്പറേറ്റീവ് ഫീൽഡിനെ കുറിച്ച്, കോപ്പറേറ്റീവ് വാല്യൂസിനെ കുറിച്ച്, പ്രിൻസിപ്പിൾസിനെ കുറിച്ചൊക്കെ അവർക്ക് അറിവില്ലായ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം ഏതൊക്കെ ഫെയിലിയർ ആയി, കോപ്പറേറ്റീവ് കമ്മ്യൂണിറ്റീസും അതുപോലെ തന്നെ സെൽഫ് ഗവേണിംഗ് വർക്ക്ഷോപ്സും ഒക്കെ ഫെയിലിയർ ആയിട്ട് മാറി. അപ്പൊ നമുക്ക് റോബർട്ട് ഓവനെ കുറിച്ച് ഒന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. റോബർട്ട് ഓവൻ 1771-1858 വരെയാണ് ജീവിച്ചിരുന്നത്. 14th മെയ് 1771 ഒരു ന്യൂട്ടനിലെ ഒരു പുവർ ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡിൽ ഭയങ്കര പോവർട്ടി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലി ലണ്ടനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. 10 ഇയേഴ്സിൽ തന്നെ അദ്ദേഹത്തിന് ഒരു മില്ലില് ജോലി ചെയ്യേണ്ടതായിട്ട് വന്നു. അവിടെ അവിടെ ഏകദേശം 3 വർഷമാണ് അദ്ദേഹം ജോലി ചെയ്തത്. അങ്ങനെ 13ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു വലിയൊരു ടെക്സ്റ്റൈൽ എസ്റ്റാബ്ലിഷ്മെന്റിലെ അസിസ്റ്റന്റ് ആയിട്ട് മാറി. അങ്ങനെ ആ ഫാക്ടറീസിലും ഷോപ്സിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ ഹി അക്വയർഡ് നോളജ് ഓഫ് ദ ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ബൈ വർക്കേഴ്സ്. റോബർട്ട് ഓവന്റെ പോലെ തന്നെയുള്ള വർക്കേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ ഫേസ് ചെയ്തിരുന്ന ഡിഫിക്കൽട്ടീസ് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആരായിട്ട് മാറി? വലിയൊരു മില്ലിന്റെ ഓണർ ആവുകയും ചെയ്തു, അതിന്റെ മാനേജർ ആവുകയും ചെയ്തു. അത് ഹി ഹാഡ് ഡെവലപ്ഡ് എ സ്മോൾ സ്പിന്നിങ് മെഷീൻസ് ഓൾസോ. അങ്ങനെ കുറെ മെഷീൻസ് ഒക്കെ അദ്ദേഹം തന്നെ ഓപ്പൺ ചെയ്തു. അതുപോലെ തന്നെ സ്പിന്നിങ് മിൽസിന്റെ ഒക്കെ പാർട്ട്ണറായി. അങ്ങനെ 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 അദ്ദേഹം വളരെ ഡെവലപ്ഡ് ആയി. അങ്ങനെ പിന്നീട് അദ്ദേഹം ഹി മാരീഡ് മിസ് കരോളിൻ ഡെയിൽ, ഓൺലി ഡോട്ടർ ഓഫ് ദി ഓണർ ഓഫ് സെവറൽ സ്പിന്നിങ് മിൽസ്. കുറെ സ്പിന്നിങ് മിൽസ് ഉള്ള ആളുടെ ഓൺലി വൺ ഡോട്ടറെ മാരി ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടായി. അങ്ങനെ അദ്ദേഹം ഫാദർ ഇൻ ലോ ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഫാദർ ഇൻ ലോയുടെ ഡെത്തിന് ശേഷം അദ്ദേഹമായി ഈ പറയുന്ന എല്ലാ മില്ലിന്റെയും പ്രൊപ്പറേറ്റർ ആയിട്ട് അദ്ദേഹം മാറി. റോബർട്ട് ഓവൻ എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിലോ വെരി ഹ്യൂമൻ ആൻഡ് കൈൻഡ് പേഴ്സൺ. ഹീസ് ചീഫ് കൺസേൺ വാസ് എ ഹ്യൂമൻ ഹാപ്പിനെസ്. അതോടൊപ്പം തന്നെ ഹ്യൂമൻ ക്യാരക്ടറിന് അദ്ദേഹം വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരു മനുഷ്യരും ഒരു വ്യക്തിയും ചീത്തയായിട്ട് ജനിക്കുന്നില്ല. സർക്കംസ്റ്റൻസസ് ആണ്, ജീവിക്കുന്ന സാഹചര്യങ്ങളാണ് ഒരു വ്യക്തിയെ മാറ്റുന്നതെന്ന് അദ്ദേഹം വളരെയധികം വിശ്വസിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം ആ മില്ലിന്റെ ഓണർ ആയപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി വർക്കേഴ്സ് ഒക്കെ ഡിസ്ഹോണസ്റ്റ് ആണ്, ഇൻടെമ്പറേറ്റ് ആണ്, ലേസി ആണ്, തീപ്സ് ആണ്. അതുപോലെ തന്നെ ആർക്കും അത്ര വലിയ സത്യസന്ധതയൊന്നും ഇല്ല, വെറുതെ കുറെ പേരൊക്കെ ഓരോന്ന് അഭിനയിക്കുകയാണെന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം എന്തു തീരുമാനിച്ചു? എല്ലാ സർക്കംസ്റ്റൻസസ് ഒന്നും മാറ്റണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം വർക്കേഴ്സിന്റെ ഒക്കെ ക്യാരക്ടർ ഒക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം ആദ്യം തന്നെ എന്ത് ചെയ്തു? റിഡ്യൂസ്ഡ് വർക്കിംഗ് അവേഴ്സ് ഫ്രം 17 to 10.
17 അവറിൽ നിന്ന് 10 അവർ ആക്കിയിട്ട് വർക്കിംഗ് അവേഴ്സ് മാറ്റി. അറ്റ് ദ സെയിം ടൈം വർക്കിംഗ് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ അവരുടെ ലിവിങ് കണ്ടീഷൻസും ഇംപ്രൂവ് ചെയ്തു. ഒരിക്കലും ചൈൽഡ് ലേബറിനെ അനുവദിച്ചില്ല. 10 വയസ്സിനേക്കാളും താഴെയുള്ള കുട്ടികളെ ഒരിക്കലും ജോലി ചെയ്യാനായിട്ട് ആക്കിയില്ല. അത് അവരുടെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യും, അവരുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യും, അവരുടെ സ്ട്രെങ്ത്തിനെയൊക്കെ എഫക്ട് ചെയ്യും. അതുകൊണ്ട് അദ്ദേഹം അത് പ്രോത്സാഹിപ്പിച്ചില്ല. അതുപോലെ തന്നെ അവരുടെ ക്യാരക്ടറൊക്കെ മൗൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ സ്കൂളിലേക്ക് വിട്ടു. എഡ്യൂക്കേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ആ മിൽ ഓണേഴ്സ് വർക്കേഴ്സിന്റെ ഒക്കെ മക്കളുടെ എഡ്യൂക്കേഷനിൽ കുറെ ചേഞ്ചസ് വരുത്തി. എഡ്യൂക്കേഷൻ വളരെ അട്രാക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ റോബർട്ട് അവൻസൺ 1800 to 1825 വരെ ഈ മില്ലുകളൊക്കെ മാനേജ് ചെയ്തു. അതോടൊപ്പം തന്നെ മോഡൽ കമ്മ്യൂണിറ്റി ആക്കി മാറ്റി. സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ റിഫോംസ് അദ്ദേഹം കുറെ ഉണ്ടാക്കി. ഇന്റർനാഷണൽ റെപ്യൂട്ടേഷൻ അദ്ദേഹം കുറെ ഉണ്ടാക്കി. അങ്ങനെ അദ്ദേഹം ഒരു ക്രച്ച്, ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ക്രച്ച് വർക്കിംഗ് വിമൻസിന് വേണ്ടിയിട്ട്, വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഒരു ക്രച്ച് സ്റ്റാർട്ട് ചെയ്തു. ഫ്രീ മെഡിക്കൽ സർവീസസ് കെയർ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ കോംപ്രിഹെൻസീവ് എംപ്ലോയ്മെന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി. അതുപോലെ തന്നെ അഡൽട്ട് ആയിട്ടുള്ളവർക്ക് ഈവനിങ് ക്ലാസ്സസ് ഒക്കെ തുടങ്ങി. അങ്ങനെ കുറെ ചേഞ്ചസ് അദ്ദേഹം കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഓവൻസ് പ്രിൻസിപ്പിൾ ഓഫ് ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റൻസസ്, ഓവൻസിന്റെ കുറെ പ്രിൻസിപ്പിൾസ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഹ്യൂമൻ ക്യാരക്ടറിലാണ്. അതോടൊപ്പം തന്നെ ഹ്യൂമൻ ഹാപ്പിനെസ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തു. ക്യാരക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓരോരുത്തരുടെയും ഹാപ്പിനെസ്സിനനുസരിച്ചിരിക്കുന്നതായിരിക്കും. ഹി ഡിഡ് നോട്ട് ബിലീവ് ദ അക്യുമുലേഷൻ ഓഫ് വെൽത്ത്, കുറെ സ്വത്തുണ്ടാക്കി വെക്കുന്നതിലൊന്നും അദ്ദേഹം വിശ്വസിച്ചില്ല. ഹിസ് വിഷൻ ഓഫ് ലൈഫ് വാസ് ബേസ്ഡ് ഓൺ കോപ്പറേറ്റീവ് ഫിലോസഫി ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് എ ഹ്യൂമൻ ബ്രദർഹുഡ്. കോപ്പറേറ്റീവ് ഫിലോസഫിയിലും അതുപോലെ തന്നെ ഹ്യൂമൻ ബ്രദർഹുഡിലും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങൾ റിഫോംസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോർ മൗൾഡിംഗ് ദ ക്യാരക്ടർ ഓഫ് ചിൽഡ്രൻ ഹി സ്റ്റാർട്ടഡ് സ്കൂൾസ് ഫോർ കോപ്പറേറ്റീവ് ആസ് വെൽ ആസ് ജനറൽ എഡ്യൂക്കേഷൻ. ഹി ബിലീവ്ഡ് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ചേഞ്ചിങ് എൻവയറമെന്റ് വാസ് എഡ്യൂക്കേഷൻ. Moreover, he believed that competition and pursuit of self-interest may spoil. ജനങ്ങളുടെ ഇടയിലുള്ള കോമ്പറ്റീഷൻ അങ്ങനെയുള്ളതൊക്കെ അവരുടെ സ്വഭാവത്തിനെ സ്പോയിൽ ആക്കുമെന്ന് മനസ്സിലായി. അങ്ങനെ നല്ലൊരു എൻവയറമെന്റ് ഒക്കെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വർക്കിംഗ് കണ്ടീഷൻസ് അദ്ദേഹം ഇംപ്രൂവ് ചെയ്തു. അതോടൊപ്പം തന്നെ വേജ് ലേബേഴ്സിന്റെ കണ്ടീഷൻസും അവരുടെ വർക്കിംഗ് അവേഴ്സും റിഡ്യൂസ് ചെയ്തു. ചൈൽഡ് ലേബർ സ്റ്റോപ്പ് ചെയ്തു. ഹൗസിംഗ് ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്തു. ഫുഡ് അതൊക്കെ ലോ കോസ്റ്റിന് കൊടുത്തു. ക്രച്ച് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 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 കുറേ കാര്യങ്ങൾ അദ്ദേഹം ഫാക്ടറീസിൽ ചെയ്തു. വിത്ത് ഹിസ് വിഷൻ ഓഫ് ലൈഫ് ബേസ്ഡ് ഓൺ കോപ്പറേറ്റീവ് ഫിലോസഫി ഹി മെയ്ഡ് എക്സ്പെരിമെന്റ്സ്, കുറെ എക്സ്പെരിമെന്റ്സ് ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തതിലാണ് വരുന്നതാണ് കോപ്പറേറ്റീവ് കോളനീസ്, ലേബർ എക്സ്ചേഞ്ചസ്, സെൽഫ് ഗവേണിംഗ് വർക്ക്ഷോപ്സ്, അങ്ങനെയുള്ളതൊക്കെ ഇതിൽ സക്സസ്ഫുൾ ആയി കുറെയൊക്കെ. പക്ഷെ പിന്നീട് ആദ്യ കാലഘട്ടത്തിൽ സക്സസ്ഫുൾ ആയാലും പിന്നീട് അത് ഫെയിലിയർ ആയി. മെമ്പേഴ്സിന്റെ സെൽഫിഷ്നെസ്സും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കാരണം. ഇനി നമുക്ക് ഫ്രണ്ട്ലി സൊസൈറ്റീസ് അങ്ങനെ ഓരോന്നോരോന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഇതുവരെ കുറേ ഉണ്ട് ആ ഇൻട്രഡക്ഷനൊക്കെ. അപ്പൊ അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് ഇതൊക്കെ ഒന്ന് നോക്കി ലെവലായിട്ട് നമുക്ക് എക്സ്പെരിമെന്റ്സിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു.